ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തെ സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര മുതൽ ഗുജറാത്ത് വരെയുള്ള തീരമേഖലയിൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത്യധികം ഭീഷണി ഉയർത്തിയ ഒരു സംഭവമായിരുന്നു ഇസ്രായേലി ബന്ധമുള്ള MV കെംപ്ലൂട്ടോ എന്ന വാണിജ്യ കപ്പലിനെതിരെ 2023 ഡിസംബർ 24 ഇന്ത്യൻ ജലാതിർത്തിക്കുള്ളിൽ വെച്ച് ഏതോ അജ്ഞാത ശക്തികൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം. അറബിക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ വർബലിന് 200 നോട്ടിക്കൽ മൈൽ തെക്കുപടിഞ്ഞാറായി നടന്ന ഈ സംഭവം അതുകൊണ്ട് തന്നെ ന്യൂഡൽഹിയിലെ സുരക്ഷാവൃത്തങ്ങളിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചത്. 2023 ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂലം മധ്യപൂർവ്വ ദേശം അത്യധികം കലാപകലുഷിതമായി കൊണ്ടിരിക്കുന്നതും പ്രസ്തുത പോരാട്ടത്തിൽ ഹമാസിനെ പിന്തുണച്ച് യമനിലെ ഹൂതി വിമതർ ഇസ്രായേൽ കപ്പലുകൾക്കും അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിലും അറബിക്കടലിലും ആക്രമണം പതിവാക്കിയതിനാലും ഈ സാഹചര്യം മേഖലയിലെ പ്രമുഖ ശക്തിയും ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കുള്ള ഒരു വലിയ രാജ്യവുമായ ഇന്ത്യക്ക് കടുത്ത നാവിക വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു ആഗോള ശാക്തിക തന്ത്രജ്ഞന്മാരുടെ അഭിപ്രായവും. എന്നാൽ അതീവ ഗുരുതരമായ ഈ പ്രതിസന്ധിയെ സ്വന്തം ഉരുക്കുമുട്ടിക്കൊണ്ട് നേരിടാൻ ഉറച്ച ഇന്ത്യ ഇതിനായി തങ്ങളുടെ നാവികസേനയിലെ ഏറ്റവും വലിപ്പമേറിയ ഒരു നശീകരണ കപ്പലിന്റെ നേതൃത്വത്തിൽ 11ഓളം യുദ്ധക്കപ്പലുകളുടെ ഒരു വ്യൂഹത്തെയാണ് വമ്പൻ ആയുധ സജ്ജീകരണങ്ങളുമായി അറബിക്കടലിലേക്കും ചെങ്കടലിലേക്കും വിന്യസിച്ചത്. നേവിയുടെ കൈവശമുള്ള ഒരു ആധുനിക ക്ലാസിലെ ലീഡ് ഷിപ്പും സ്റ്റെൽത്ത് സൗകര്യങ്ങളുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുമായ INS വിശാഖപട്ടണമായിരുന്നു തദവസരത്തിൽ ഈ ടാസ്ക് ഫോഴ്സിനെ നയിച്ചത്. അന്തർദേശീയ തലത്തിൽ തന്നെ നശീകരണ കപ്പൽ ക്ലാസുകളിൽ വലുപ്പമേറിയ ഡിസ്ട്രോയറുകളെന്നും ആണവാക്രമണങ്ങളിൽ നിന്ന് പോലും സംരക്ഷണ കവചമൊരുക്കി സഞ്ചരിക്കുന്നുവെന്നും പറയപ്പെടുന്നതുമായ ഈ ഡിസ്ട്രോയർ ക്ലാസുകളെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം പ്രൊജക്ട് 15 ബ്രാവോ ക്ലാസ് അഥവാ P-15B എന്ന് കോഡുനാമമുള്ള ഈ പടുകൂറ്റൻ നശീകരണ കപ്പലുകളുടെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ നേവി ആലോചിക്കുന്നു. 2003-2015 കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച തങ്ങളുടെ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾക്ക് ഒരു അനുയോജ്യ പിൻഗാമി എന്ന നിലയ്ക്കാണ് ഇന്ത്യൻ നേവി വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളുടെ വികസനം ആലോചിക്കുന്നത്. തൽഫലമായി കൊൽക്കത്ത ക്ലാസുകളുടെ നിർമ്മാണം മധ്യഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്ന 2007 കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആയുധം വാങ്ങൽ കമ്മിറ്റിയായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അഥവാ DAC ഈ ഗണത്തിൽപ്പെടുന്ന ഒരു നശീകരണ കപ്പലിനെ ഡിസൈൻ ചെയ്യാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് അനുമതി നൽകി. മുൻഗാമിയായ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളുടെ സമാന വലിപ്പം തന്നെയായിരുന്നു ഈ വിശാഖപട്ടണം ക്ലാസിനും നേവി ഉദ്ദേശിച്ചിരുന്നെങ്കിലും ആയുധങ്ങളുടെ വിന്യാസത്തിന്റെ കാര്യത്തിൽ പുതിയ കപ്പലിന് വലിയ മുൻതൂക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്തുത വലിപ്പത്തിൽ പരമാവധി പടക്കോപ്പുകളും മറ്റു അനുബന്ധ ഉപകരണങ്ങളും സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു നവീന ഡിസൈൻ ആയിരുന്നു ഇന്ത്യൻ നാവികസേനാ നേതൃത്വം തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്ത ദില്ലിയിലെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയോട് ആവശ്യപ്പെട്ടിരുന്നതും. രാജ്യത്തിന്റെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തും ആണവ മുങ്ങിക്കപ്പലായ INS അരിഹന്തും ഉൾപ്പെടെയുള്ള പടുകൂറ്റൻ ജലയാനങ്ങളെ തയ്യാറാക്കിയ ഈ ഏജൻസിക്ക് അതുകൊണ്ട് തന്നെ ഇത്തരം ഡിസൈനുകളിൽ ലോകോത്തരമായ പ്രാവീണ്യമാണ് ഉണ്ടായിരുന്നത്. തൽഫലമായി പ്രൊജക്ട് 15B എന്നൊരു കോഡുനാമത്തിന് കീഴിൽ ഈ പടക്കപ്പൽ മാതൃക രൂപകൽപ്പന ചെയ്യപ്പെട്ടു. കൊൽക്കത്ത ക്ലാസുകളിൽ നിന്നും വിഭിന്നമായി രഹസ്യവും പരസ്യവുമായ അനവധി സംവിധാനങ്ങൾ ഘടിപ്പിക്കേണ്ട ഒരു ഡിസ്ട്രോയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണ ചെലവ് മേൽപ്പറഞ്ഞ കപ്പലുകളുടേതിൽ നിന്നും 3 ഇരട്ടിയായിട്ടാണ് ഓരോന്നിനും അനുമാനിക്കപ്പെട്ടതും. ആയുധങ്ങളും റഡാറുകളും ഇതര ഇലക്ട്രോണിക് വാർഫെയർ ഡിവൈസുകളും ഉൾപ്പെടെ കനത്ത വാഹക വിഭവങ്ങൾ ഉണ്ടായിട്ട് പോലും മൊത്തം കേവ് ഭാരം മുൻഗാമിയുടെ ഡിസ്പ്ലേസ്മെന്റ് ആയ 7400 ടണ്ണിൽ നിന്നും 1% പോലും അധികരിക്കാതെയുള്ള സവിശേഷ ഡിസൈൻ തന്നെയായിരുന്നു ഇത്. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളെ നിർമ്മിക്കാൻ ഇന്ത്യൻ നേവിക്ക് സർക്കാർ അനുമതി നൽകുന്നു. 2008 ജൂണിൽ പ്രൊജക്ട് 15B അഥവാ വിശാഖപട്ടണം ക്ലാസ് എന്ന ഈ പടക്കപ്പലിന്റെ പരിപൂർണ ഡിസൈൻ തങ്ങളുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ തയ്യാറാക്കിയതിന് തൊട്ടു പിന്നാലെ 3 മാസങ്ങൾക്ക് ശേഷം 2009 മാർച്ചിൽ DACയുടെ ഒരു സമ്പൂർണ്ണ യോഗം ഈ ഗണത്തിൽപ്പെടുന്ന 4ഓളം ഡിസ്ട്രോയറുകൾ വാങ്ങിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് അംഗീകാരം നൽകി.
തുടർന്ന് 2010 ജനുവരിയിൽ പ്രധാനമന്ത്രി തലവനായ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയും ഈ നടപടിക്ക് അനുവാദം നൽകിയതോടെ തങ്ങളുടെ യുദ്ധക്കപ്പൽ ശ്രേണിയിലേക്കുള്ള ഈ പുതിയ നശീകരണ കപ്പലുകളെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യൻ നേവി കടന്നു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന റോയൽ നേവിയുടെ ഡെയറിംഗ് ക്ലാസ് ഡിസ്ട്രോയറുകൾ, ഓസ്ട്രേലിയൻ നേവിയുടെ ഹൊബാർട്ട് ക്ലാസ് ഡിസ്ട്രോയറുകൾ, ജപ്പാനീസ് നേവിയുടെ അക്കിസുക്കി ക്ലാസ് ഡിസ്ട്രോയറുകൾ എന്നീ വമ്പൻ പടക്കപ്പൽ ഭീമന്മാരുടെ നിർമ്മാണ ചെലവിനേക്കാൾ കുറഞ്ഞ മുതൽ മുടക്ക് കൊണ്ട് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളുടെ പൂർത്തീകരണം സാധ്യമാക്കാനായിരുന്നു നാവികസേനയുടെ പദ്ധതി. അതുകൊണ്ട് തന്നെ കഴിയുന്നത്രയും തദ്ദേശീയ സാമഗ്രികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള ഒരു ചടുല വികസനമാണ് നേവി വിഭാവനം ചെയ്തിരുന്നത്. ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നയമായിരുന്നു 1980കളുടെ മധ്യം മുതൽ ഇന്ത്യൻ നാവികസേന പിന്തുടർന്ന് പോന്നിരുന്നത് എന്നിരിക്കെ തങ്ങളുടെ പുതിയ യുദ്ധക്കപ്പലുകൾക്കും ആഭ്യന്തര ഷിപ്പ്യാർഡുകൾ മാത്രമായിരിക്കും പരിഗണനയിൽ ഉണ്ടാവുക എന്ന് അവർ മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നതിനാൽ വിദേശ ഷിപ്പ്യാർഡുകളെ പറ്റിയുള്ള ആലോചന ഈ ഉദ്യമത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ പൊതുമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള പബ്ലിക് ലിമിറ്റഡ് ഷിപ്പ്യാർഡുകളും സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലാർസൻ ആൻഡ് ട്യൂബോ പോലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് ഷിപ്പ്യാർഡുകളും ഈ സാഹചര്യം വലിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ വിലയിരുത്തലും. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളുടെ നിർമ്മാണം ഇന്ത്യൻ നേവി ആരംഭിക്കുന്നു. എന്നാൽ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും കോർവെറ്റുകളും ഉൾപ്പെടെയുള്ള അതിസങ്കീർണ പടക്കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ദശകങ്ങളുടെ പരിചയസമ്പത്തുള്ളതും ന്യായമായ ബജറ്റിൽ ഉന്നത ഗുണനിലവാരത്തോടെ ഇത്തരം ജലയാനങ്ങളെ ലോഞ്ച് ചെയ്യുന്നതിൽ ഖ്യാതി നേടിയവരുമായ മുംബൈയിലെ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് അഥവാ MDLനാണ് ഈ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ പണിതിറക്കുവാനുള്ള കരാർ ലഭിക്കപ്പെട്ടത്. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള ഇന്ത്യയിലെ ഇതര ഷിപ്പ്യാർഡുകൾക്ക് ഈ കോൺട്രാക്ട് ലഭിക്കുന്നതിന് യോഗ്യതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നേവി മുന്നോട്ട് വെച്ച ചില കർശന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനുള്ള ശേഷിയും വൈദഗ്ധ്യവും മസഗോൺ ഡോക്ക് ലിമിറ്റഡിന് ഉണ്ടായിരുന്നതായിരുന്നു ഇതിന് കാരണം. നാവികസേനയുടെ ഒട്ടുമിക്ക തദ്ദേശീയ യുദ്ധക്കപ്പലുകളും മസഗോൺ ഡോക്കിൽ തന്നെയാണ് മുൻപും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നും അതവസരത്തിൽ പരിഗണിക്കപ്പെട്ടു. അതോടെ 2013 ഒക്ടോബർ 12 ഇന്ത്യൻ നേവി ഓർഡർ ചെയ്ത 4 ഡിസ്ട്രോയറുകളിലെ ആദ്യ കപ്പൽ INS വിശാഖപട്ടണത്തിന് കീഴിട്ടുകൊണ്ട് തങ്ങളുടെ നിർമ്മാണ കർമ്മങ്ങൾക്ക് MDL തുടക്കമിട്ടു. അനന്തരം 2015, 2017, 2018 വർഷങ്ങളിൽ യഥാക്രമം INS മോർമുഗാവ്, INS ഇംഫാൽ, INS സൂറത്ത് എന്നീ 3 സഹോദരി പെട്ടകങ്ങളുടെയും കീഴടൽ പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് ഈ ശ്രേണിയിലെ എല്ലാ കപ്പലുകളുടെയും ഘട്ടം ഘട്ടമായുള്ള വികസനം മസഗോൺ ഡോക്കിൽ കാര്യമായി പുരോഗമിച്ചു. അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇവയുടെ നിർമ്മാണം ഈ ഡോക്കിൽ നടന്നു വരവേ 2020 ലോകമെമ്പാടും പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള ലോക്ക്ഡൌൺ ഈ കപ്പലുകൾ ഷെഡ്യൂളുകൾക്കനുസരിച്ച് നേവിക്ക് കൈമാറ്റം ചെയ്യാനുള്ള MDLന്റെ പരിശ്രമങ്ങളെ ബാധിച്ചു. എന്നിരുന്നാൽ പോലും വിശാഖപട്ടണം ക്ലാസ്സിലെ മുഴുവൻ ഡിസ്ട്രോയറുകളെയും 9 വർഷത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാൻ സാധിച്ച മുംബൈ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് 2022 മെയ് 17 ഈ സീരീസിലെ അവസാന പടക്കപ്പലായ INS സൂറത്തിനെയും നീറ്റിലിറക്കിക്കൊണ്ട് ഇന്ത്യൻ നാവികസേനയോടുള്ള തങ്ങളുടെ അദമ്യമായ പ്രതിബദ്ധത നിറവേറ്റി. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളിലെ ആയുധ സംവിധാനങ്ങൾ. വിപുലമായ ഒരു ഭൂതല ആക്രമണത്തിന് പര്യാപ്തമാം വിധം ബ്രഹ്മോസ് എയറോസ്പേസ് നിർമ്മിച്ച 16ഓളം ബ്രഹ്മോസ് ആന്റി ഷിപ്പ് ക്രൂസ് മിസൈലുകളാണ് വിശാഖപട്ടണം ക്ലാസ് നശീകരണ കപ്പലുകളിലുള്ളത്. വെർട്ടിക്കൽ ലോഞ്ച് ട്യൂബുകളിൽ നിന്നും തൊടുക്കുന്ന പ്രസ്തുത ക്രൂസ് മിസൈലുകൾ ലോകത്തിലെ 1ാം നമ്പർ ശബ്ദാതിവേഗ പ്രക്ഷേപാസ്ത്രങ്ങൾ ആയതുകൊണ്ട് തന്നെ ആന്റി സർഫസ് വാർഫെയറിൽ ഈ ഡിസ്ട്രോയറുകൾ അതീവ മാരകശേഷിയാണ് പ്രദാനം ചെയ്യുന്നത്. ഇതിനു പുറമെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് നിർമ്മിച്ച ഓട്ടോ മെലോറ 76mm നേവൽ ഗണ്ണും ഈ കപ്പലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളുടെ സമഗ്രമായ വ്യോമ പ്രതിരോധത്തിനു വേണ്ടി ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 32 ബരാക് 8 സർഫസ് ടു എയർ മിസൈലുകളാണ് ഈ പടക്കപ്പലുകളിലുള്ളത്. ഇതിനായി 4 2x4 ലോഞ്ച് ട്യൂബ് കോൺഫിഗറേഷനുകൾ ഇതിലുണ്ട്. ഇതിൽ ഒരെണ്ണം ഡിസ്ട്രോയറിന്റെ മുൻഭാഗത്തും അവശേഷ ലോഞ്ചർ കപ്പലിന്റെ പിൻഭാഗത്തായും ഒരുക്കിയിരിക്കുന്നു. മാത്രമല്ല വളരെ അടുത്തുള്ള ഒരു സൂക്ഷ്മ വ്യോമ പ്രതിരോധത്തിനായി AK-630 ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റവും ഈ യുദ്ധക്കപ്പലുകളുടെ ഇരുവശത്തുമായി സജ്ജീകരിച്ചിട്ടുണ്ട്.
അന്തർവാഹിനി വിരുദ്ധ നടപടികൾക്കായി വിശാഖപട്ടണം ക്ലാസുകളുടെ മധ്യഭാഗത്ത് ഇടതും വലതുമായി 2 ട്വിൻ ട്യൂബ് ലോഞ്ചറുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൽഫലമായി ഇവയിൽ നിന്നും ഇരുദിക്കിലേക്കുമായി വരുണാസ്ത്ര പോലുള്ള തദ്ദേശീയ ഹെവി വെയ്റ്റ് ടോർപിഡോകളെ സമുദ്രത്തിനടിയിലേക്ക് വിക്ഷേപിക്കാനാവും. കൂടാതെ ലാർസൻ ആൻഡ് ട്യൂബോ നിർമ്മിച്ച സോവിയറ്റ് ടെക്നോളജി RBU 600 ASW റോക്കറ്റുകളും ഈ പടക്കപ്പലിന് വീര്യമേറ്റുന്നു. 1000 മീറ്ററോളം കടലാഴത്തിലേക്ക് ജലാന്തര റോക്കറ്റുകൾ തൊടുക്കാൻ വിശാഖപട്ടണം ക്ലാസുകളിലെ ലോഞ്ചറുകൾക്ക് കഴിവുണ്ട്. തന്മൂലം ഉയർന്ന രീതിയിലുള്ള മുങ്ങിക്കപ്പൽ ആക്രമണശേഷിയാണ് ഈ ഗണത്തിലുള്ള നശീകരണ കപ്പലുകൾ ലഭ്യമാക്കുന്നത്. മാത്രമല്ല, അത്യാധുനിക അന്തർവാഹിനി വേധ ആയുധങ്ങളുള്ള 2 ലൈറ്റ് ഹെലികോപ്റ്ററുകളും അതുമല്ലെങ്കിൽ ഒരു മീഡിയം ഹെലികോപ്റ്ററോ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏവിയേഷൻ ഹാങ്കറും ഈ യുദ്ധക്കപ്പലിന്റെ ടെയിൽ ഡെക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 360 ഡിഗ്രിയിൽ 480 കിലോമീറ്റർ റേഞ്ചുള്ള ഇസ്രയേൽ നിർമ്മിത എൽറ്റ EL-M 2248 MF സ്റ്റാറസ് ബാൻഡ് ഈസ റഡാർ ചാരക്കണ്ണുകൾ പായിക്കുന്ന ഈ പടകുടീരത്തിന് അതുകൊണ്ട് തന്നെ ഭൂതലത്തിൽ നിന്നും ആകാശത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു ഭീഷണിയെയും ഉടനടി കണ്ടെത്താനാവും. മാത്രമല്ല, അമേരിക്കൻ ഇന്ത്യൻ സംയുക്ത നിർമ്മിതിയായ തെയിൽസ് ഭാരത് ഇലക്ട്രോണിക്സ് LW08D ബാൻഡ് സർവൈലൻസ് റഡാറാണ് ഇതിന്റെ സെക്കൻഡറി റഡാർ പാക്കേജായി ഉള്ളതും. 2-ഡയമെൻഷണൽ ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറായ ഈ LW08ന് ആന്റി ജാം സാങ്കേതിക വിദ്യകളെ സമാന്തരമായി ഉപയോഗിച്ച് ഒരേ സമയം 270 കിലോമീറ്റർ ദൂരപരിധിയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ക്രൂസ് മിസൈലുകളെയും വിമാനങ്ങളെയും സ്കാൻ ചെയ്യാൻ മികച്ച കഴിവുള്ള ഒന്നാണ്. അത്യധികം സങ്കീർണമായ ഇലക്ട്രോണിക്സ് യുദ്ധമുറകൾക്കായി ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ലാബ് വികസിപ്പിച്ച ശക്തി ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് പുതുതലമുറ റഡാർ സിഗ്നലുകളിൽ നിന്നും കപ്പൽ വേധ മിസൈലുകളിൽ നിന്നും വിശാഖപട്ടണം ഗണത്തിൽപ്പെടുന്ന യുദ്ധക്കപ്പലുകൾക്ക് കവചമൊരുക്കുന്നത്. അതിനൂതന ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സുകളും തത്തുല്യമായ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സുകളും വിദഗ്ധമായി സംയോജിപ്പിച്ച ഈ സ്യൂട്ട് പഴക്കമുള്ളതും ആധുനികവുമായ ഏതു റഡാറുകളും പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ തിരിച്ചറിയുകയും അവയെ തരംതിരിച്ച ശേഷം തൽക്ഷണം ജാം ചെയ്യാനും പ്രാപ്തമാണ്. കൂടാതെ ഒരേ സമയം സമുദ്രത്തിനടിയിലെ 8 ലക്ഷ്യങ്ങളെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്ന തദ്ദേശീയ നിർമ്മിത ഭാരത് ഇലക്ട്രോണിക്സ് ഹൾ മൗണ്ടഡ് ഹംസ NG സോണാറും അവരുടെ തന്നെ നാഗിൻ ആക്റ്റീവ് ടോവ്ഡ് അരൈ സോണാറും ഈ പടക്കപ്പലിൽ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ വിസ്തൃതമായ അലയാഴികൾക്ക് താഴെ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന തങ്ങളുടെ അദൃശ്യ ശത്രുവിനെ വേട്ടയാടാൻ വിശാഖപട്ടണം ക്ലാസുകൾക്ക് കാലതാമസം ഏതുമില്ല. അതുകൊണ്ട് തന്നെ വിമാനവാഹിനികൾക്ക് അകമ്പടി പോകുന്ന എസ്കോർട്ട് ഗ്രൂപ്പുകളിൽ ഇവർ അനിവാര്യ ഘടകമായിരിക്കും. ചരിത്രപരവും സാംസ്കാരികപരവുമായ അമൂല്യ ബന്ധങ്ങളുടെ നിത്യ തിരുശേഷിപ്പുകളുമായി ഇന്നും നിലനിൽക്കുന്ന രാജ്യത്തെ 4 പൈതൃക നഗരങ്ങളുടെ നാമങ്ങൾ കൊണ്ട് ഖ്യാതി നേടിയതുമായ വിശാഖപട്ടണം ക്ലാസ് സീരീസിലെ അവസാന കപ്പൽ INS സൂറത്ത് കൂടി തങ്ങളുടെ കപ്പൽ വ്യൂഹത്തിലേക്ക് 2024 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ വമ്പൻ ഡിസ്ട്രോയറുകളുടെ 4 എണ്ണമാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമാവുന്നത്. ഉപദ്വീപീയ ഇന്ത്യക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങളിലും ഈ സമുദ്രമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും അനുദിനം വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലേക്ക് ഇത്തരത്തിലുള്ള കൂറ്റൻ കപ്പലുകളുടെ ആയുധസജ്ജമായ വിന്യാസം നേവിക്ക് വളരെ ആവശ്യമാണെന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇന്ത്യയുടെ തട്ടകമായ IORലേക്ക് ചൈന കടന്നു വരുന്നതിനൊരു മറുപടി പോലെ അവരുടെ തട്ടകമായ സൗത്ത് സീ റീജിയനിലേക്കും കടന്നു ചെല്ലാൻ വിശാഖപട്ടണം ക്ലാസ് ശ്രേണിയിലുള്ള പടക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയൊരു പിൻബലമാണ് നൽകുന്നതെന്ന് ഇവിടെ ശ്രദ്ധേയമാണ് താനും. വിപുലമായ ഒരു അണ്വായുധ ആക്രമണങ്ങളെ പോലും കാര്യക്ഷമമായി ചെറുക്കാൻ കഴിവുള്ള ടോട്ടൽ അറ്റ്മോസ്ഫിയർ കൺട്രോൾ സിസ്റ്റം പ്രവർത്തിക്കുന്ന ഈ നശീകരണ കപ്പലുകൾക്ക് ഇക്കാരണം കൊണ്ട് തന്നെ ശത്രുവിന്റെ ആണവ ഭീഷണിയെ യാതൊരു വിധത്തിലും ഭയക്കാതെ ഏത് യുദ്ധ സാഹചര്യത്തിലും തങ്ങളുടെ സഞ്ചാരം തുടരാനാവും. കൂടാതെ ഇവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകളുടെ പ്രഹരപരിധി 500 കിലോമീറ്റർ വരെ ആണെന്നുള്ളതിനാൽ വൈരികളുടെ തീരസ്ഥാനങ്ങളിലേക്ക് ഒരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ലോഞ്ചിനോ അതുമല്ലെങ്കിൽ ഈ ആക്രമണ വൃത്തത്തിനുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അവരുടെ കപ്പലുകൾക്ക് നേരെ ഒരു ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ ലോഞ്ചിനോ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾക്ക് കഴിവുണ്ട്. തന്മൂലം കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകൾക്കൊപ്പമോ ക്രൂസർ ബാറ്റിൽ ഗ്രൂപ്പുകൾക്കൊപ്പമോ ഈ യുദ്ധക്കപ്പലുകൾക്ക് ദൗത്യ നിർവഹണത്തിന് പുറപ്പെടാനാവും. പ്രസ്തുത വർഗത്തിലുള്ള നശീകരണ കപ്പലുകൾക്ക് മാത്രമായ ഈ സവിശേഷത സപ്ത സമുദ്രങ്ങളിലും എത്തിച്ചേരാൻ പ്രാപ്തിയുള്ള ഒരു ലാർജർ ബ്ലൂ വാട്ടർ നേവിയാകാൻ പരിശ്രമിക്കുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ മുന്നേറ്റമായിരിക്കും തൽഫലമായി ഭാവിയിൽ സാധ്യമാക്കുന്നത്.
ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.